ചാമ്പ്യൻസ് ലീഗ് കിട്ടിയാൽ പോലും ഞങ്ങൾ ഇങ്ങനെയൊന്നും സെലിബ്രേറ്റ് ചെയ്യില്ല. ഇതൊക്കെ ഭയങ്കര എവിടെയെങ്കിലും സ്മോൾ ക്ലബ് മെന്റാലിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റയൽ മാഡ്രിഡ് ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുക. അപ്പോൾ ഇത് എല്ലാ ഫാൻസിനും വേണ്ടിയിട്ടല്ല. കാരണം ഇത്രയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചവർ കഴിഞ്ഞ മത്സരം കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ട്രോഫി കൂടി ഒരുമിച്ച് പൊക്കിയ ഒരു സുഖം അവരുടെ പ്ലേയേഴ്സിന്റെ മനസ്സിലും അതുപോലെ തന്നെ ഫാൻസിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക. ഇതെല്ലാ ഫാൻസിനോടും അല്ല. ചിലർ പറയുന്നത് യമാൽ ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയാണെന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതേ FC ബാഴ്സലോണയെ കുറിച്ച് സിമ്പതിയെ കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് പിന്നെ ബൈബിൾ വചനമായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിച്ചൂടെ? അതുപോലെ തന്നെ റാമോസ്, ഇനി അതും വേണ്ട, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒബ്സെഷനെ കുറിച്ച് പറയുമ്പോൾ അവർ എടുത്തു വെക്കുന്നതാണ് വൺസ് മൊറീനിയോ സെഡ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരും. അപ്പൊ ഈ ജോസെ മൊറീനിയോ തന്നെ FC ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിനെ കുറിച്ച് ഇൻസൾട്ടിംഗ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും, അത് ഈ ചില ഫാൻ പേജുകൾ മാത്രം ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് കാര്യങ്ങൾ നോക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം യമാലിനെ അങ്ങോട്ട് തീർത്തു എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര സംഭവം പറയുന്നുണ്ട്. എംബാപ്പയുടെ പോക്കറ്റിലാണ് ആര്? യമാലിന്. ഏതാ എങ്ങനെ? ഇവർ രണ്ടുപേരും നാഷണൽ ആയാലും ക്ലബിലായാലും ഉള്ള ഫേസ് ടു ഫേസ് ഈ സ്റ്റാറ്റ്സ് നോക്കണ പരിപാടി പിന്നെ എസ്പെഷ്യലി ചില ഫാൻസിന് ഇല്ലാത്തത് കൊണ്ട് അത് വേണ്ടി വരില്ലായിരിക്കാം. പക്ഷെ എന്നാൽ പോലും അതൊക്കെ ഒന്ന് നോക്കണ്ടേടാ. അതിനകത്ത് 80%, 50% പറഞ്ഞു, 80% യമാലിന്റെ കൂടെ പോസിറ്റീവായിട്ടാണ് ഇപ്പോഴും ഈ തോൽവി കഴിഞ്ഞിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. യമാൽ ഈ പറയുന്നത് പോലെ തന്നെ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് എല്ലാത്തിനോടും യോജിപ്പുള്ള ഒരാളും അല്ല ഞാൻ. പക്ഷേ ഇതൊന്നും അപ്പുറത്ത് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? കാര്യം അത് ബേസിക്കലി ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ചില ഫാൻ പേജുകൾ മാത്രം ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. സോറിടാ, നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും കണ്ടുള്ളത് കൊണ്ട് എന്തോ എനിക്ക് അറിഞ്ഞൂടാ, അത് പറ്റാറില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് കറോ.